students, welcome to Defense for Malayalam. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2025 NDA 1ലെ മാത്ത് പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 25th question. 25th question എന്താ പറയുന്നത്? Consider the following in respect of a non-singular matrix M. Non-singular matrix എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് M is not equal to 0. ഇതാണ് നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൺസിഡർ ദ ഫോളോയിങ് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, 3 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ നമ്മൾ എടുക്കേണ്ട മെട്രിക്സ് M എന്ന് പറഞ്ഞാൽ അത് നോൺ സിംഗുലർ ആണ്, വിച്ച് മീൻസ് ഡിറ്റർമിനന്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇനി നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡിറ്റർമിനന്റ് M സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് M ദ ഹോൾ സ്ക്വയർ. ഇത് കറക്റ്റ് ആണോ അല്ലയോ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഹൗ മെനി ഓഫ് ദി അബവ് ആർ കറക്റ്റ്, അതാണ് ക്വസ്റ്റ്യൻ. സോ ഡിറ്റർമിനന്റ് M സ്ക്വയർ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് M ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതും കറക്റ്റ് ആണോ? യെസ്, ദേ ആർ ഈക്വൽ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. ഡിറ്റർമിനന്റ് M സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് M ദ ഹോൾ സ്ക്വയർ. ഇനി രണ്ടാമത് നോക്കിയേ, ഡിറ്റർമിനന്റ് M എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനോട് ഈക്വൽ ആണെന്നാണ് സെക്കൻഡ് വൺ പറയുന്നത്. പക്ഷേ ഈക്വൽ ആണോ? എന്താണ് നമ്മൾ ഡിറ്റർമിനന്റ് M ഇൻവേഴ്സ് അല്ലെങ്കിൽ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 1 ഡിറ്റർമിനന്റ് M അല്ലേ? ഇൻവേഴ്സ് പറയുമ്പോൾ 1 ഡിറ്റർമിനന്റ് M എന്നാ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് M 1 ഡിറ്റർമിനന്റ് M ഈക്വൽ ആണോ? അല്ല. സോ ദാറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഡിറ്റർമിനന്റ് M ഇസ് നോട്ട് ഈക്വൽ ടു ഡിറ്റർമിനന്റ് M ഇൻവേഴ്സ്. ഇൻവേഴ്സും ഇതിൻ്റെ ഡിറ്റർമിനന്റും തമ്മിൽ ഈക്വൽ അല്ല. ആൻഡ് തേർഡ് വൺ പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് M ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് M ട്രാൻസ്പോസ്. ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനന്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ എടുക്കുന്നു, അതേ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും രണ്ടും ഈക്വൽ ആയിട്ട് വരും. സോ ഇവിടെ ഫസ്റ്റ് വൺ ആൻഡ് തേർഡ് വൺ ആണ് കറക്റ്റ്. ഹൗ മെനി ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്രണ്ണ കറക്റ്റ് ആയിട്ടുള്ളത്? 2. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. നമുക്കിവിടെ 2 പോയിന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഓപ്ഷൻ സി 2 എന്നുള്ള ആൻസർ വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26th one പറയുന്നത് ഇഫ് എഫ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഒരു 2/2 മെട്രിക്സ് തന്നിട്ടുണ്ട് എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞിട്ട്. എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ദെൻ വാട്ട് ഇസ് എഫ് ഓഫ് പൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു? നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എഫ് ഓഫ് പൈ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് ആ എഫ് ഓഫ് തീറ്റ ഒന്ന് എഴുതി വെക്കാം. എഫ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പിന്നെ സൈൻ തീറ്റ അതുപോലെ തന്നെ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് തീറ്റ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആരെയാണ്? എഫ് ഓഫ് പൈ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എഫ് ഓഫ് പൈ ദ ഹോൾ സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനാദ്യം എഫ് ഓഫ് പൈ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എഫ് ഓഫ് പൈ എന്ന് പറയുമ്പോൾ ഈ തീറ്റയുടെ പ്ലേസിൽ നമ്മൾ പൈനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ കോസ് തീറ്റ മാറിയിട്ട് ആരായി മാറും? കോസ് പൈ. സൈൻ തീറ്റ മാറി സൈൻ പൈ ആവും. ദെൻ മൈനസ് സൈൻ പൈ ആൻഡ് ലാസ്റ്റ് കോസ് പൈ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആവുന്നതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് പൈ വേഗം കിട്ടും. എന്താണ് എഫ് ഓഫ് പൈയുടെ വാല്യൂ? കോസ് പൈയുടെ വാല്യൂ -1. സൈൻ പൈ ഇസ് 0. സൈൻ എൻ പൈ എപ്പോഴും 0 ആണ്, അത് ഓർക്കുക. ഇനി മൈനസ് സൈൻ പൈ ആണെങ്കിൽ എഗെയിൻ 0, പിന്നെ കോസ് പൈ -1. സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് എഫ് ഓഫ് പൈ. പക്ഷെ നമുക്ക് വേണ്ടത് ആരാണ്? എഫ് ഓഫ് പൈ ദ ഹോൾ സ്ക്വയർ. എങ്ങനെ സ്ക്വയർ ചെയ്യുക? എഫ് ഓഫ് പൈ ഹോൾ സ്ക്വയർ മീൻസ് എഫ് ഓഫ് പൈ ഇൻറ്റു എഫ് ഓഫ് പൈ അല്ലേ? 2 തവണ നമ്മൾ എഫ് ഓഫ് പൈനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എഫ് ഓഫ് പൈ ദി ഹോൾ സ്ക്വയർ കിട്ടും. അപ്പോൾ ഏതാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? എഫ് ഓഫ് പൈ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. -1 0 0 -1. ഇതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. -1 0 0 -1. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. -1 ഇൻറ്റു -1 +1. 0 ഇൻറ്റു 0 +0. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എങ്ങനെ കിട്ടുക? എഗെയിൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അതിൽ ഫസ്റ്റ് എലമെൻറ്റ് -1 ഇൻറ്റു 0 0. ദെൻ 0 ഇൻറ്റു -1 എഗെയിൻ 0. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റും കിട്ടി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ദാറ്റ് ഈസ് 0 ഇൻറ്റു -1 0 -1 ഇൻറ്റു 0 എഗെയിൻ 0. അടുത്തത് 0 ഇൻറ്റു 0 0 ആൻഡ് -1 ഇൻറ്റു -1 +1. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 1001. ഇതാണ് റിക്വയർഡ് എഫ് ഓഫ് പൈ ദ ഹോൾ സ്ക്വയർ. നമ്മുടെ ഓപ്ഷൻസിലില്ലേ ഇത്? 10 ഏതായിരുന്നു? 1001. അതായത് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1001. ഓപ്ഷൻ ഡി ആണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആൻസർ. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലേ? ജസ്റ്റ് എഫ് ഓഫ് പൈ മാറ്റുന്നു, അത് കഴിഞ്ഞ് അതിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞാൽ നമുക്ക് വേഗം ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27th one. If A
is equal to 1, 2, 2, 2, 1, 2, 2, 2, 1. Then what is a square minus 4a? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആരാണ്? a square minus 4a. ഓപ്ഷൻസ് ആയി തന്നിട്ടുള്ളത് -5i3, -i3, i3 ആൻഡ് 5i3. ഈ i3 എന്നൊക്കെ പറയുന്ന ആരാണ്? നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, 3/3ലെ ഐഡൻറ്റിറ്റി മെട്രിക്സ്, അതായത് 1 0 0 0 1 0 1 0 0 1 ഈ ഒരു മെട്രിക്സ് ആണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ -5 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണോ, അതോ മൈനസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണോ, വെറും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണോ, അതോ 5 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. a square minus 4a, a തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. a നമുക്ക് തന്നിട്ടുള്ളത് 1 2 2 then 2 1 2 and 2 2 1. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ a square minus 4a. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? a square എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതേ മെട്രിക്സിൻ്റെ കൂടെ നമ്മൾ ആരെ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്ക് ജസ്റ്റ് ഇവിടെ നമ്മൾ ആ a തന്നെ ഒന്നുകൂടി എഴുതാം അല്ലേ. 1 2 2 2 1 2 and 2 2 1. നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a സ്ക്വയർ എന്ന വാല്യൂ കിട്ടും. അപ്പോൾ a സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇതൊരു 3/3 മെട്രിക്സ് ആണ്, ഇതും ഒരു 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ ആൻസർ എന്തായാലും എന്ത് മെട്രിക്സ് ആയിരിക്കണം? നമുക്കൊരു 3/3 മെട്രിക്സ് തന്നെ ആയിരിക്കണം കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് 1 ഇൻറ്റു 1 1 പ്ലസ് 2 ഇൻറ്റു 2 4 ദെൻ 2 ഇൻറ്റു 2 അഗെയിൻ 4. ഇതാണ് ഫസ്റ്റ് ടേം. ഇനി സെക്കൻഡ് ടേം 1 into 2 2 then 2 into 1 again 2 again 2 into 2 that is 4. ഇതേപോലെ ഫസ്റ്റ് റോ ഇൻറ്റു ലാസ്റ്റ് കോളം 1 into 2 2 then next one is 2 into 2 4 and last one is 2 into 1 2. അപ്പം നമ്മൾ ഫസ്റ്റ് റോ നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ രണ്ട് റോയും കൂടി കണ്ടുപിടിക്കണം. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 2 into 1 2 പ്ലസ് നെക്സ്റ്റ് ആരാണ് 1 into 2 2 and 2 into 2 4. അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 2 into 2 4 then 1 into 1 1 then 2 into 2 4 again 4. അത് കഴിഞ്ഞാൽ വീണ്ടും സെക്കൻഡ് റോ ഇൻറ്റു ലാസ്റ്റ് കോളം 2 into 2 4 1 into 2 2 and 2 into 1 2. ഇനി ലാസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ദാറ്റ് is 2 into 1 2 plus 2 into 2 4 and 1 into 2 2. then last row into second column that is 2 into 2 4 2 into 1 2 and 1 into 2 2. Any last row into last column 2 into 2 4 then 2 into 2 4 and 1 into 1 1. എന്താണ് a square ന്റെ വാല്യൂ? a square is equal to നമുക്ക് എഴുതാം വാല്യൂ 1 plus 4 5 5 plus 4 9. ഓക്കെ, 9 ആണ് ഫസ്റ്റ് ടേം. അടുത്തതോ 2 plus 2 4 4 plus 4 8 then again 2 plus 4 6 6 plus 2 8. അപ്പോൾ നമുക്ക് ആൻസർ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അഗെയിൻ 4 plus 4 8 ആണ്. നെക്സ്റ്റ് 9 വരും 8 then 8 8 9. ഇതിൽ നിന്ന് നമ്മൾ ആരെയും മൈനസ് ചെയ്യേണ്ടത്? ഇത് a സ്ക്വയർ ആണ്. മൈനസ് 4a നമുക്ക് എങ്ങനെ എഴുതാം? a മെട്രിക്സിൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് അതും കൂടി എഴുതാം. മൈനസ് 4a ഇതിൻ്റെയൊക്കെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുക. സോ 4 1 into 4 4 ആണ്. 2 into 4 8 8 നെക്സ്റ്റ് 8 4 8 8 8 4. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുന്നു. 9 minus 4 5 8 minus 8 0. അപ്പോൾ വീണ്ടും 0 then again 8 minus 8 0 5 0 0 0 5. ഇത് ഏത് മെട്രിക്സ് ആണ്? 5 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത ഇവിടെ എന്ത് വരും? ഇവിടെയൊക്കെ 1 വരും അല്ലേ. 5 പുറത്തെടുത്ത ഇവിടെയൊക്കെ 1 വരും വിച്ച് മീൻസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. സോ 5 into ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇസ് ദ റൈറ്റ് ആൻസർ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി 5i3 is the answer. Any next question which is 28th one. The number of selections of R as well as n plus R things from 5 n different things are equal. Then what is the value of R? ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആറിൻ്റെ വാല്യൂ ആണ്. നമുക്ക് തന്നിട്ടുള്ള ക്ലൂ എന്താ? നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് ആർ ആസ് വെൽ ആസ് എൻ പ്ലസ് ആർ തിങ്സ്. നമുക്ക് ആർ തിങ്സും സെലക്ട് ചെയ്യണം, എൻ പ്ലസ് ആർ തിങ്സും സെലക്ട് ചെയ്യണം. എവിടുന്നാണ് സെലക്ട് ചെയ്യേണ്ടത്? ഫ്രം 5 n ഡിഫറെൻറ്റ് തിങ്സ്. ഇവിടെ ടോട്ടൽ നമുക്ക് 5 n ആണ്. അപ്പോൾ ഈ 5 n ൽ നിന്നാണ് നമ്മൾ ആറിനെ സെലക്ട് ചെയ്യേണ്ടതും 5 n ൽ നിന്ന് തന്നെയാണ് നമ്മൾ ആരെ സെലക്ട് ചെയ്യേണ്ടത്? എൻ പ്ലസ് ആർ തിങ്സ് സെലക്ട് ചെയ്യേണ്ടതും. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഈ സെലക്ഷൻസ് എന്താണ്? ദീസ് തിങ്സ് ആർ ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആണ്. 5n CR is equal to 5n C n plus R. ഇത് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ചെയ്യാം. ഗിവൺ എന്താണ്? 5 n ൽ നിന്ന് ആർ തിങ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. 5 n ൽ നിന്ന് തന്നെ നമ്മൾ n മൈനസ് ആർ തിങ്സ്, n മൈനസ് ആർ തന്നെ അല്ലേ? യെസ്, അല്ല സോറി n പ്ലസ് ആർ. അപ്പോൾ നമുക്ക് n പ്ലസ് ആർ ആക്കാം. n പ്ലസ് ആർ തിങ്സ് സെലക്ട് ചെയ്യണം.
ഇത് രണ്ടും ഈക്വൽ ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടീഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ സി എക്സ് ഈക്വൽ ടു എൻ സി വൈ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ഇതിൻ്റെ എക്സ് പ്ലസ് വൈ വിൽ ബി ഈക്വൽ ടു എൻ അല്ലേ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടോട്ടൽ എൻ. അതേ കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആറും എൻ പ്ലസ് ആറും കൂടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടുക? ദാറ്റ് ഇസ് 5n. ആർ പ്ലസ് എൻ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു 5n. ആർ പ്ലസ് ആർ ഇസ് 2r. 2r പ്ലസ് എൻ ഈക്വൽ ടു 5n. ഇനി എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? നമുക്ക് 2r ഇവിടെ നിർത്താം. 2r ഇസ് ഈക്വൽ ടു 5n മൈനസ് n എഴുതാം. സോ 2r ഇസ് ഈക്വൽ ടു 4n. നമുക്ക് ആറിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആർ എന്തായിരിക്കും? ആർ ഇസ് ഈക്വൽ ടു 4n/2. നമുക്ക് ക്യാൻസൽ ചെയ്യാം 4n2. സോ വിച്ച് ഇംപ്ലൈസ് ആർ ഇസ് ഈക്വൽ ടു 2n. സിമ്പിൾ അല്ലേ? ഏതാണ് ഓപ്ഷൻ? ആർ ഈക്വൽ ടു 2n. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29th one. What is the number of selections of at most 3 things from 6 different things? 6 different thingsൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? അറ്റ് മോസ്റ്റ് 3 തിങ്സ് സെലക്ട് ചെയ്യണം. അതിൻ്റെ നമ്പർ ഓഫ് സെലക്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു വേർഡ് അറ്റ് മോസ്റ്റ് അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് അല്ലേ? സെലക്ടിങ് 3 things from 6 things എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6C3 അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് അറ്റ് മോസ്റ്റ് 3 things എങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ജസ്റ്റ് 6C3 പ്ലസ് 6C2 പ്ലസ് 6C1 പ്ലസ് 6C0 ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമുക്ക് 6C3 ആണ് വേണ്ടത്. അപ്പം നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അറ്റ് മോസ്റ്റ് 3 things എന്നാണ്. ഓക്കെ, അറ്റ് മോസ്റ്റ് 3 things ഫ്രം 6. സോ 6C3 പ്ലസ് 6C2 പ്ലസ് 6C1 പ്ലസ് 6C0 ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. 6C3 മീൻസ് 6 into 5 into 4 divide by 1 into 2 into 3 plus 6C2 എന്ന് പറഞ്ഞാൽ 6 into 5 divide by 1 into 2 plus 6C1 is 6. 6C0 is 1. ഏത് നമ്പറും NC0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആൻസർ? ദാറ്റ് ഇസ് 1. ഏതൊരു നമ്പർ കോമ്പിനേഷൻ 0 എടുത്തു കഴിഞ്ഞാലും ആൻസർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാം. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഇത് ക്യാൻസൽ ചെയ്യാം. 3 ആയിരിക്കും. അഗെയിൻ 3 and 3 ക്യാൻസൽ. സോ 5 into 4 20 പ്ലസ് ഇനി ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു 3 times 3 into 5 15 പ്ലസ് 6 പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 20 പ്ലസ് 15 35. 35 plus 6 41. 41 plus 1 is 42. So the answer is equal to 42. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ D is the answer. Next question 30th one. If A is equal to x, y, z, y, x, z, x and z, x, y, where x, y, z are integers, is an orthogonal matrix, then what is A square equal to? ഈ തന്നിട്ടുള്ളത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്നാണ് പറയുന്നത്. ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഇസ് A into A ട്രാൻസ്പോസ് ഈക്വൽ ടു I. എയും A ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I എന്ന വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് A സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. A സ്ക്വയറിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ആയി തന്നിട്ടുള്ളത് നൾ മെട്രിക്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സ്, A മൈനസ് A. ഇതിലേതാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റനിൽ നമുക്ക് A സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ A ട്രാൻസ്പോസ് എന്ന് എടുത്തു നോക്കാം. കാരണം ഓർത്തോഗണലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. A ഇൻറ്റു A ട്രാൻസ്പോസ് I ആണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ കണ്ടീഷൻ? A ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഈ റോയും കോളവും നമ്മൾ ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് റോനെ നമ്മൾ കോളമായിട്ട് എഴുതുന്നു, സെക്കൻഡ് റോയിനെ നമ്മൾ കോളമായിട്ട് എഴുതുന്നു, ആൻഡ് തേർഡ് റോയിനെയും കോളമായിട്ട് എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്താ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്? എയും A ട്രാൻസ്പോസും ഈക്വൽ ആണ്. ഈ കേസിൽ എന്താണ്? എയും A ട്രാൻസ്പോസും ഈക്വൽ ആണ്. സോ A സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? A സ്ക്വയർ ഇസ് A ഇൻറ്റു A അല്ലേ? A ഇൻറ്റു A ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓർത്തോഗണലിൻ്റെ കണ്ടീഷൻ A ഇൻറ്റു A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു I ഇല്ലേ? ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാലോ. ഇവിടെ എയും A ട്രാൻസ്പോസും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ A ട്രാൻസ്പോസിന് പകരം A എന്ന് എഴുതുകയാണ്. ഓക്കെ, എന്ത് ചെയ്തു? A ട്രാൻസ്പോസിന് പകരം A എന്ന് എഴുതി ബിക്കോസ് ദേ ആർ ഈക്വൽ. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു I. A ഇൻറ്റു A ഇസ് A സ്ക്വയർ. സോ A സ്ക്വയർ എന്താണ്? I ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ നമ്മൾ കൂടുതൽ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട, ചെറിയ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും.